ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം വിളക്കണ്ണൂരിലെ തിരുവോസ്തിയിൽ കണ്ട യേശുരൂപവും അതുപോലെ തന്നെ തിരുക്കച്ചയിൽ കാണുന്ന അതേ ഭാവങ്ങളുള്ള യേശുവിൻ്റെ മുഖവുമായുള്ള സാധർമ്യമാണ്. യേശുവിനെ ശവക്കല്ലറയിൽ അടക്കിയ തുണിയുടെ സാക്ഷാൽ രൂപമാണ് ടൂറിലിരിക്കുന്നത്. അതിൻ്റെ ഒരു തനിപ്പകർപ്പ് 5-8 ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്നറിയപ്പെടുന്ന ടെക്നോളജികളിൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ അത് ഇവിടെ എത്തിക്കാനുള്ള ഭാഗ്യം കൃപ എനിക്കാണ് തന്നത്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ റോമിൽ തിയോളജി പഠിക്കുന്ന വർഷങ്ങളിൽ അതിലെ 3-ാം വർഷം 1968-69 വർഷത്തിൽ ഞങ്ങളുടെ എക്സസൈസിസ് എന്ന് പറയുന്ന വിഷയം ബൈബിൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിച്ച വീർഗുളിൻ എന്ന് പറയുന്ന പ്രൊഫസർ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി പറയുന്ന നേരം വന്നപ്പോൾ അദ്ദേഹം വളരെ വികാരഭരിതനാകുകയും ഒരുമാതിരി കണ്ണീർ വാർക്കുന്നത് പോലെയാകുകയും ചെയ്യുന്നു. അന്നക്കാലത്ത് ഞാൻ തീരുമാനിച്ചതാണ്, ഇത്രയും തീർച്ചയോടുകൂടി പറയുന്ന ഒരു പ്രൊഫസർ പറയുന്നതാണെങ്കിൽ ഇതിനൊന്ന് കാണണമെന്ന്, പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഭാരതത്തിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. 2-ാം പ്രാവശ്യം ഈ തിരുക്കച്ചയെ കാണുന്നതിന് ഇടയാകുന്നത് 2017 17 അവിടെ ചെന്ന് കാണുകയും ഇന്ന് അറിയാവുന്ന ടെക്നോളജി എല്ലാം വെച്ച് ഇതിൻ്റെ ഒരു തനി പകർപ്പ് 6-7 ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരെണ്ണം എനിക്ക് വേണമെന്ന്. അപ്പോഴേ അവർ പറഞ്ഞു തരാമല്ലോ, അതിന് ഏതാണ്ട് 700 യൂറോ വിലയുണ്ടെന്ന്. ഞാൻ വിലയൊക്കെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഇതിന് ഒരു മെത്രാനച്ചൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടിയാലേ തരാൻ പറ്റുള്ളൂ. ഞാൻ അഡ്വാൻസും കൊടുത്തിട്ട് ഇവിടെ വന്ന് അന്നത്തെ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ ഒരു എഴുത്തോടു കൂടി അത് അയച്ചു കഴിഞ്ഞപ്പോഴാണ് അത് എൻ്റെ കയ്യിൽ വരുന്നത്. ഇതിനൊരു വലിയ 2000 കൊല്ലത്തെ ചരിത്രമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഇത് ആദ്യമായിട്ട് ഫ്രാൻസിലെ റൂവാൻ കത്തീഡ്രലിൽ 1350 കൂടി അത് ഉള്ളതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ വരെ എത്തിച്ചത് കുരിശുയുദ്ധക്കാരാണ്. അതിനു മുൻപുള്ള കഥ എന്താണെന്നുള്ളത് ജനത്തിന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ടുണ്ടായിരുന്നത് ഇത് ശവശരീരം തൊട്ടൊരു തുണിക്കഷ്ണമായിരുന്നത് കൊണ്ട് യഹൂദന്മാർ മുഴുവനും അതുമാതിരി ക്രിസ്ത്യാനികളാകുന്നത് വരെ ഇത് ഒളിച്ചും പാത്തുമാണ് വെച്ചിരുന്നത്. കാരണം ഇതിൽ തൊട്ടു എന്നറിഞ്ഞാൽ അവർക്ക് അവരുടെ ശുദ്ധീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞേ വീട്ടിൽ കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു ഒളിവിലുള്ളൊരു വസ്തുവായിരുന്നു. അത് മടക്കി വീണ്ടും വീണ്ടും മടക്കി അതൊരു വെള്ളിപ്പേടകത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നത് ടൂറിലേക്ക് വരുന്നു, സവോയ് പ്രഭുക്കളുടെ അടുത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് സവോയ് പ്രഭുക്കൾ സഭയ്ക്ക് അതിനെ ദാനം ചെയ്യുന്നു. അത് കത്തോലിക്ക തിരുസഭയുടെ പൊതുസ്വത്തായിട്ട് ശരിക്കുന്നു. അതിൻ്റെ കൈകാര്യം ചെയ്യുന്നവരായിട്ട് ടൂറിലെ കത്തീഡ്രൽ പള്ളിയെ ഏൽപ്പിച്ചിരിക്കുന്നു. 1898 സെക്കൂണ്ടോ പിയ എന്നൊരാൾ ഇറ്റലിയിലെ അന്നത്തെ ഏറ്റവും പേരുകേട്ട ഫോട്ടോഗ്രാഫർ അന്നത്തെ അധികാരികളുടെ അനുവാദത്തോടുകൂടി ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അന്നാണ് ഇതിൻ്റെ അത്ഭുത വശം ലോകത്തിന് തിരിയുന്നത്. ആദ്യത്തെ നെഗറ്റീവ് കഴുകുന്നതിന് മുൻപ് തന്നെ ഇത് പോസിറ്റീവായിട്ടാണ് ഈ ഫോട്ടോഗ്രാമിൽ ഛായാഗ്രഹണം ചെയ്യപ്പെടുന്നത്. അന്ന് മുതൽ അപ്പോൾ 1898 മുതൽ 100-125 കൊല്ലത്തോളം ഇതിനെപ്പറ്റി ചെയ്യാത്ത പരീക്ഷണങ്ങളില്ല, പഠിക്കാത്ത പഠനങ്ങളില്ല. ഇങ്ങനെയാണെന്ന് കൺക്ലൂഷനിൽ കാണുന്നു. യേശുനാഥൻ 3 ദിവസം എന്ന് പറയുന്ന അത്രയും മണിക്കൂറുകൾ ശവക്കല്ലറയിലായിരിക്കുകയും അദ്ദേഹത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് 4 കോടി വാട്ട്സിൻ്റെ പ്രഭാപൂരം നാനാഭാഗങ്ങളിലേക്കും പോയതിൻ്റെ പ്രഭാധോരണിയിൽ ശരീരത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ മുഴുവനും ശരീരത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ഇമേജ് നെഗറ്റീവായിട്ട് ഇതിൽ പതിയുന്നു. ആ നെഗറ്റീവിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് കിട്ടിയിരിക്കുന്നു.
വിധിക്കപ്പെടുന്നത് മുതൽ കുരിശുമരണവും ഉത്ഥാനവും വരെയുള്ള കാര്യങ്ങളാണ് 4 സുവിശേഷകന്മാരും ഏതാണ്ട് ഒരേ തരത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നത്. അത് മുഴുവനും ഈ തിരുക്കച്ചയിൽ അത് വായിച്ചെടുക്കുവാനും കാണാനും ധ്യാനിക്കാനും പറ്റുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രം തന്നെ ഇതിനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഇത് ഒഥൻറ്റിക് ആണ് എന്നുള്ളത്. അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 70കളിൽ ഒരു ടീം 18 ആളുകൾ വന്ന് അവർ ഇതിനെ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങളുടെ എല്ലാം ഫലമായിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടലും മാത്തമാറ്റീഷ്യൻസും ഒക്കെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന അതനുസരിച്ച് 5 അടി 11 ഇഞ്ച് മുതൽ 6 അടി 3 ഇഞ്ച് വരെ പറയുന്നുണ്ട്. അതുപോലുള്ളൊരു വ്യക്തിയാണ് നമ്മളവിടെ കാണുന്നത്, ദൃഢഗാത്രൻ. അതിൽ ഒരു കാര്യവും കൂടെ വളരെ കാര്യമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. യേശുവിൻ്റെ ചിത്രങ്ങൾ ഭൂമിയിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ചെറിയ കുറ്റിത്താടിയും കഴുത്തിനറ്റം തലമുടി വീണ് കിടക്കുകയും ചെയ്യുന്ന, നടുക്ക് പിന്നിട്ട് വച്ചിരിക്കുന്ന ഒരു മൃഗമാണ്. ഇത് മുഴുവനും ഇതിനോട് സാമ്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. വിളക്കണ്ണൂരിലെ തിരുവോസ്തിയിൽ കണ്ട യേശുരൂപവും ഈശോയുടെ ഈ തിരുക്കച്ചയിൽ നിന്നുള്ളൊരു മുഖത്തിൻ്റെ ഭാവം, ഇതിലുള്ള അതേ മുഖം ഇതുപോലെ അതിൻ്റെ അകത്ത് കാണുന്ന, അടുത്ത് ചെല്ലുമ്പോൾ കാണാം. ഞാൻ അടുത്ത് ചെന്നിരുന്ന് ഫോട്ടോ എടുക്കുകയും പഠിക്കുകയും ചെയ്തു. അവിടുത്തെ അച്ഛൻ ഈശോയുടെ മുഖമുണ്ടെന്നല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടില്ല. കണ്ട ആളുകളും ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ട ശേഷം പറഞ്ഞു, ഇത് ഈ തിരുക്കച്ചയിലെ മുഖം തന്നെയാണെന്നത്. അതിന് ശാസ്ത്രീയ പഠനത്തിന് പോലും വിടാവുന്നതാണ്. അപ്പോൾ ഇത് ഈശോ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതുവരെയും നടന്ന തിരുവോസ്തിയുടെ അത്ഭുതങ്ങൾ ഹൃദയത്തിൻ്റെ മാംസം കൊടുത്തുകൊണ്ട് അങ്ങനെ പല വിധത്തിൽ കാണുന്നുണ്ടെങ്കിലും ഈ മുഖത്തിൻ്റെ ഛായ ഇതിൽ കൊടുത്തത് ഒരുപക്ഷെ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിന് ഈശോ ആഗ്രഹിച്ചതായിരിക്കും. ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പല അത്ഭുതങ്ങളും യേശു നടത്തിയിരിക്കുന്നത് എന്ന് കാണുന്നത് വളരെ അത്ഭുതകരമാണ്. തിരുശരീരം ഉയർത്തുന്ന നേരത്ത് അതിൽ തൻ്റെ മുഖഛായ ഇതുപോലെ തൻ്റെ തിരുമുഖത്തിൻ്റെ പീഡ സഹിക്കുന്ന യേശുവിൻ്റെ അത് തന്നെ ഇരിക്കട്ടെ എന്ന് ഈശോ തീരുമാനിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.